മണ്ഡലകാല പ്രഭാഷണ പരമ്പരയുടെ ഇന്നത്തെ ത്രിസന്ധ്യാ സമയം ബന്ധുജനങ്ങളായി വന്നു ചേർന്ന എല്ലാവർക്കും സസ്നേഹമായ നമസ്കാരം. നമ്മൾ ഇന്നലെ ശ്രീരാമചന്ദ്രന്റെ കൗമാരകാലം ഭാരതവർഷത്തിന്റെ ചെങ്കോൽ പിടിക്കേണ്ട ഒരു രാജാവിനെ നിർമ്മിക്കുവാനുള്ള ഋഷി പദ്ധതിയുടെ ഭാഗമായി വിശ്വാമിത്രൻ പ്രതിനിധിയായി വന്നു ശ്രീരാമചന്ദ്രനെ യാഗ സംരക്ഷണത്തിന് കൊണ്ടുപോകുന്ന ഭാഗം ഇന്നലെ പരിചയപ്പെട്ടു. 21 ഋഷിമണ്ഡലങ്ങൾ ഒരുമിച്ച് ചേർന്നിരുന്ന് യജ്ഞത്തിനും യാഗത്തിനും വിഘ്നം നേരിട്ട കാലം തന്റെ അധികാര പ്രഭാവം ലങ്കയിൽ നിന്ന് ഭാരതത്തിലേക്ക് കടന്നു ദണ്ഡകാരണ്യം എന്നുള്ള ദണ്ഡകൻ എന്ന രാജാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ആ നാടിനെ, ഗ്രാമത്തെ, അതിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി അതിനെ രാക്ഷസന്മാരുടെ ലോകമാക്കി തീർത്തു രാവണൻ. അതിനായി രാവണൻ അതിശക്തന്മാരും കൂറ്റന്മാരുമായ തന്റെ 14,000 പേരെ, തീവ്രവാദികളെ അതിർത്തിയും കടത്തി ഭാരതത്തിന്റെ ഇന്നത്തെ കൊങ്കൺ മുതൽ മഹാരാഷ്ട്രയുടെ ഭാഗങ്ങളെല്ലാം ചേർന്ന് നീണ്ടുകിടക്കുന്ന ആ ദണ്ഡകാരണ്യം വനപ്രദേശം, അരണ്യങ്ങളിലൊന്നായ ദണ്ഡകാരണ്യം, അവിടെ അധികാര പ്രഭാവം കൊണ്ട് ആർഷ സംസ്കൃതിയുടെ, പ്രത്യേകിച്ചും അരണ്യങ്ങളിൽ ശാന്തരായി ജീവിച്ച ഋഷിമാർ, നമുക്ക് വേദം സമ്മാനിച്ച ഋഷി, ആ ഋഷിമാരെ കൊന്നൊടുക്കി യജ്ഞങ്ങൾ നശിപ്പിക്കുക, യാഗങ്ങൾ നശിപ്പിക്കുക, ഋഷിമാരെ നശിപ്പിക്കുക, അങ്ങനെ അറിവിന്റെ സ്രോതസ്സുകളെ മൊത്തത്തിൽ ഇല്ലാതാക്കുക. ഇതായിരുന്നു രാവണന്റെ പദ്ധതി. ഈ പദ്ധതി അന്നുണ്ട്, പിന്നീട് അതിന് ശേഷമുണ്ട്, ഇന്നുമുണ്ട്. ഒരു മാറ്റവും വന്നിട്ടില്ല. ഏതായാലും ആ സമയങ്ങളിൽ ഒരു അവതാര വരിഷ്ഠൻ ഈ ഒരു കാവ്യവസ്ത്രധാരികളെ, ഈ സംസ്കൃതിയെ സംരക്ഷിക്കാൻ വരും. പക്ഷെ അന്ന് അതൊരു ബോധപൂർവം ശ്രമത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നുള്ളത് കൊണ്ടാണ് ഈ ഋഷിമാരെല്ലാം ചേർന്നൊരുക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായി ശ്രീരാമചന്ദ്രനെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപുള്ള രാമനും കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട് 10 ദിവസത്തിനുള്ള രാമനും, ഈ 2 രാമനെ നാം തീർച്ചയായും മനസ്സിലാക്കണം. എന്തൊരു മാറ്റമാണ് രാമന്റെ ജീവിതത്തിൽ വന്നു ചേർന്നത്. രാമനെ രാമനാക്കിയെടുത്തത് ആർഷ ഋഷിയുടെ പരിശ്രമമാണ്. അല്ലാതെ വെറുതെ ഒരു രാമൻ അങ്ങ് സൃഷ്ടിക്കപ്പെടുകയല്ല. രാമൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഇന്ന് നമ്മൾ രാമനിൽ കാണുന്ന ആ തപസ് ശക്തി മുഴുവൻ. അതിന് ഈ 10 ദിവസം ശ്രീരാമചന്ദ്രന്റെ സാമൂഹ്യ വ്യക്തിത്വം കരുപ്പിടിപ്പിക്കുവാൻ, പ്രത്യേകിച്ചും നാളെ രാജ്യം ഭരിക്കേണ്ട ഒരു ഭരണകർത്താവിനെ സൃഷ്ടിക്കുവാനുള്ള പദ്ധതിയാണ് 10 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മക്കളും ഭാവിയിൽ അവരാരായിത്തീരണം, ഇന്നുള്ള അവരുടെ ജീവിതത്തിൽ അവരെന്താകാനുള്ള സാധ്യതകളുണ്ട്, നമ്മുടെ താല്പര്യങ്ങളെക്കാളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാസനയ്ക്കനുസരിച്ച് അവരുടെ ജീവിത ലക്ഷ്യം നേടുവാൻ അവർക്ക് അനുഗുണമായ അന്തരീക്ഷം ഒരുക്കേണ്ടവർ മാത്രമാണ് നമ്മൾ. നമുക്കൊരിക്കലും അവരെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മാറ്റിയെടുക്കാൻ സാധ്യമല്ല. അവരെന്താണോ അതിനനുസരിച്ച് അവരാക്കിയെടുക്കുവാൻ സാധിക്കും. ഇവിടെ ശ്രീരാമചന്ദ്രന് വേണ്ടി ചെയ്തത് ഒന്ന്,
രാമനെ കൊട്ടാരത്തിൽ നിന്ന് നടത്തിക്കൊണ്ടു പോന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. തമ്പുരാന്റെ കുഞ്ഞാണ്, ധാരാളം വാഹനങ്ങളുള്ള കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിൽ തീർച്ചയായും ശ്രീരാമന് ഒരു തേരൊക്കെ ഒരുക്കി സരയൂ നദി വരെയെങ്കിലും കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ ഈ കൗശിക ബ്രാഹ്മണന്, വിശ്വാമിത്രനൊരു ഉദ്ദേശമുണ്ട്, ശ്രീരാമചന്ദ്രനെ നടത്തിക്കൊണ്ട് തന്നെ പോരണം. കൊട്ടാരത്തിൽ നിന്ന് കൊടും വെയിലാണ്, നടത്തി സരയൂ നദി വരെ അന്ന് സന്ധ്യ വരെ നടന്നു. നടന്ന് ക്ഷീണിച്ചിട്ടാണ് അന്ന് ആ കുഞ്ഞിന് ബല അതിബല, രണ്ടാമത്തേത് ബല അതിബല മന്ത്രം കൊടുത്തതോടുകൂടി രാമൻ സിദ്ധനായതല്ല. നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചു, ജപിച്ച് 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 നേടിയെടുത്ത സിദ്ധിയാണ് ബലയും അതിബലയും. 13 ഗുണങ്ങളാണ് ബലയ്ക്കും അതിബലയ്ക്കും നമ്മുടെ ഋഷിയുടെ മന്ത്രരൂപേണ നമുക്ക് സമ്മാനിതമായ ബ്രഹ്മപുത്രിമാരായ ബലയും അതിബലയും. സർവമന്ത്രങ്ങളുടെയും മാതൃഭാവമാണ് ബലയും അതിബലയും. കേവലം വിശപ്പും ദാഹവുമല്ല, ഒരു മനുഷ്യന് വേണ്ട ഗുണങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന അവന് സിദ്ധി ഉണ്ടാക്കുന്ന മന്ത്രമാണ് ബലയും അതിബലയും. അങ്ങനെയുള്ള ആ സർവമന്ത്രങ്ങളുടെയും മാതൃഭാവത്തെ രാമന് സമ്മാനിക്കുന്നു. 2. മൂന്നാമത്തത്, രാമന്റെ ജീവിതത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ അവശ്യം വേണ്ടത് ശരീരശുദ്ധിയാണ്. അപ്പൊ ശരീരം വൃത്തിയായി സൂക്ഷിക്കണം. അതുകൊണ്ട് എഴുന്നേറ്റാൽ ഉടനെ കുളിക്കണം എന്നുള്ള രീതി അനുസരിച്ച് രാമനെ അടുത്ത ദിവസം ആ കൗസല്യ സുപ്രജ രാമ പൂർവാസന്ധ്യ പ്രവർത്തതെ ഉത്തിഷ്ഠ നരശാർദൂലം കർത്തവ്യം ദൈവമാന്വികം. അപ്പോൾ കുളിയും തേവാരവുമാണ് ഒരു വ്യക്തിയുടെ, ഒരു സനാതന ധർമ്മിയുടെ ആചരണം. അതുകൊണ്ട് തന്നെ ആചരണത്തിൽ രാമനെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ദേവബലത്തിന്റെ പ്രത്യേകത രാമന് പറഞ്ഞു കൊടുക്കുകയാണ്. മനുഷ്യബലത്തെക്കാൾ ശക്തമാണ് ദേവബലം. മനുഷ്യന് എന്തൊക്കെയുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ അവന് സാധ്യത വേണമെങ്കിൽ അവന്റെ കൂടെ ദൈവബലം വേണം. ഇതന്നെയാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്ന ആ സുന്ദരമായ ശ്ലോകം, അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. 5ാമത്തെ ഘടകമായ ദൈവബലം കൂടെയില്ലെങ്കിൽ മനുഷ്യബലം കൊണ്ട്, കർണൻ മനുഷ്യബലം കൊണ്ട് നേടാവുന്നതൊക്കെ നേടി, പക്ഷെ ദൈവബലം കൂടെ ഇല്ലാത്തത് കൊണ്ട് ഇന്നും നമ്മുടെ മനസ്സിലൊരു തീരാവേദനയോ ഒരു നൊമ്പരമോ ഒക്കെയുണ്ട് കർണനോട്. ദൈവബലം കൂടെ വേണം. രാമനോട് ഉറപ്പിക്കുകയാണ്. രാമന്റെ വനവാസം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണുമ്പോൾ, രാമൻ വനവാസം പ്രതികൂല സാഹചര്യമല്ലേ. വീടിന്റെ പോലെ സുഖശീതളിമയില്ല, നേരത്തിനുള്ള ഭക്ഷണമില്ല. വേണമെങ്കിൽ ജീവിതത്തിൽ എല്ലാ ആചരണങ്ങളും ഒഴിവാക്കാം. നമ്മളാണെങ്കിൽ എങ്ങനെ ആചരണങ്ങൾ ഒഴിവാക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് വൈകിയാൽ ഇന്നൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് വൈകിയാൽ അതൊക്കെ മാറ്റിവെക്കുക. ഏതൊക്കെ മാറ്റിവെക്കും? ദേവകാര്യം മാത്രം നമ്മൾ മാറ്റിവെക്കും. മറ്റെല്ലാം ജീവിതത്തിൽ നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് രാമനോട് പറഞ്ഞു, രാമ ഒരിക്കലും ഈ ദേവബലം, ദേവകാര്യം മുടക്കരുത്. 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് നാമം ജപിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ കുളിയും തേവാരവും പഠിപ്പിച്ചു. തേവാരം തേവരുടെ കാര്യമാണ്, ദേവന്റെ കാര്യമാണ്, ദേവകാര്യമാണ്. അതിൽ മുടക്കം വരുത്തരുത്. ശ്രീരാമന് 2ാമത്തെ വനവാസത്തിന്റെ 14 വർഷവും രാമൻ ഒരിടത്തും ദേവകാര്യം മുട്ടക്കിയിട്ടില്ല. മരണത്തിന്റെ അന്ന് രാവിലെ, ശ്രീരാമചന്ദ്രന്റെ മരണം വാൽമീകി വർണ്ണിക്കുന്ന സ്ഥലത്ത് രാമൻ രാവിലെ ബ്രാഹ്മയാമത്തിൽ എഴുന്നേറ്റ് മന്ത്രോപാസന ചെയ്ത് ഇഷ്ടദേവത ആ നാമം ജപിച്ച് അഗ്നിക്രിയ ചെയ്ത് വെള്ള വസ്ത്രം ധരിച്ച് ശ്രീയും ഹ്രീയും ദേവിമാർ കൂടെ ആ സുസ്മേരവദനായി പൂപുഞ്ചിരി തൂകി ചുണ്ടിൽ മന്ത്രത്തോടു കൂടി സരയൂ നദിയിലേക്ക് ശ്രീരാമചന്ദ്രൻ സമാധിയാകാൻ വേണ്ടി പോകുന്ന ആ രംഗം നോക്കിയാൽ അന്ന് രാവിലെയും രാമൻ നാമം ജപിച്ചു. മുടക്കിയില്ല ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ രാമജീവിതത്തിൽ എന്തൊക്കെ സംഘർഷങ്ങൾ ഉണ്ടെങ്കിലും രാമൻ സ്വസ്ഥനായിരുന്നു. അതിന്റെ അർത്ഥം രാമൻ കരഞ്ഞില്ല എന്നാണോ? അല്ല, രാമൻ കരഞ്ഞിട്ടുണ്ട്. രാമൻ വിഷമിച്ചില്ല എന്നാണോ? ഒരിക്കലുമല്ല, രാമൻ വിഷമിച്ചിട്ടുണ്ട്.
രാമൻ മൊത്തത്തിൽ കരച്ചിലാണ്. പക്ഷെ ആ കരച്ചിലിന് സെക്കൻഡുകളുടെ ദൈർഘ്യമുള്ളൂ. നമ്മുടെ കരച്ചിലിനോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും മരണം വരെ ഒരേ കാര്യം ആലോചിച്ച് കരയും നമ്മൾ. 2 ദിവസമൊക്കെ കിടന്ന കിടപ്പ് കിടന്നു കളയും. പക്ഷെ രാമന് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ രാമന്റെ വിഷമം സെക്കൻഡുകളും മിനിറ്റുകൾ കൊണ്ടും ജീവിതത്തെ മാറ്റാനുള്ള ഒരു ആന്തരിക ബലം, ആത്മചൈതന്യം, കരുത്ത് രാമന് കൊടുത്തത് തീർച്ചയായും ഈ നാമജപം ദൈവബലമായിരിക്കണം. ഈ ഒരു ഉറപ്പ് ദയവ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ കാണാൻ ഭാഗ്യം വേണം. കണ്ടാൽ മതി. അവർ ഒരിക്കലും ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിക്കരുത്. നമ്മൾ ഇന്നലെയും പറഞ്ഞു, നമ്മൾ നന്നാകാനും കുഞ്ഞുങ്ങൾ നന്നാകാനും ഒറ്റ വഴിയുള്ളൂ, ഉപദേശം നിർത്തുക. ഭാര്യയെ ഉപദേശിക്കുന്നത് എന്ന് ഭർത്താവ് നിർത്തിയോ അന്ന് അദ്ദേഹം നന്നാവും. ഭർത്താവിനെ നന്നാക്കലും ഭർത്താവിനെ ഉപദേശിക്കലും ഭാര്യ നിർത്തിയോ അന്ന് ഭാര്യ നന്നാവും. 2 പേരും ചേർന്ന് മക്കളെ ഉപദേശിക്കൽ നിർത്തിയാൽ 2 പേരും നന്നാവും. പക്ഷെ നമുക്കിത് മനസ്സിലാവില്ല. നമ്മൾ എല്ലാത്തിനും ഉപദേശമാണ്, കുഞ്ഞുങ്ങൾക്ക് ഉപദേശം വേണ്ട. ഉപദേശം കേട്ടാൽ അതിനെതിരെ ചെയ്യുക മനുഷ്യ സഹജമായ സ്വഭാവമാണ്, അല്ലേ? നമുക്കില്ലേ? അവിടെ ഇരിക്കരുത്, ഇരുന്നപ്പോ എന്താ ചെയ്യുക? അത് നോക്കരുത്, നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുക? ഒന്നില്ലെങ്കിലും മനസ്സിലെങ്കിലും വിചാരിക്കും. അവിടെ ചവിട്ടരുത്, 2 ചവിട്ട് അവിടെ ചവിട്ടാതെ നമ്മൾ പോവില്ല, മനസ്സുകൊണ്ടെങ്കിലും ചവിട്ടും. കാരണം എന്തരുത് എന്ന് പറയുന്നുവോ അത് ചെയ്യുക എന്നുള്ള ഒരു വാസന നമ്മൾ അറിയാതെ സഹജമായി ഉണ്ട്. അപ്പോ ഉപദേശം നിർത്തണം. രാമനെ ഓരോ സൂക്ഷ്മമായി രാമനെ രാമനാക്കുകയാണ്. അപ്പൊ രാമന്റെ 4ാമത്തെ മൂല്യമാണ് ദേവബലം. രാമൻ മുറുകെ പിടിച്ചു. അടുത്ത ദിവസം നോക്കൂ, ഈ കൗമാരക്കാരനാണ് ഇവൻ. അവന്റെ ഉള്ളിൽ കൗമാരത്തിൻ്റെതായ സർവ സ്വഭാവങ്ങൾ ഉണ്ടാകും. അവനൊരു മനുഷ്യക്കുഞ്ഞല്ലേ. മനുഷ്യക്കുഞ്ഞായതുകൊണ്ട് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മനുഷ്യക്കുഞ്ഞിന് കൂടുതൽ സാധ്യതകളുണ്ട് മറ്റു കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച്. മനുഷ്യക്കുഞ്ഞിന് വഴിതെറ്റാൻ സാധ്യതകൾ കുറച്ചൊന്നുമല്ല. അപ്പോൾ ആ കുഞ്ഞിന് കൗമാര വിദ്യാഭ്യാസമാണ് അടുത്ത ദിവസമുള്ള കാമാശ്രമവാസം. കാമൻ എങ്ങനെയൊക്കെയാണ് ആ വാസം പറയുന്ന സമയത്ത് വലിയ ചരിതം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സതീദേവി മരണപ്പെട്ടതിന് ശേഷം പരമശിവൻ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് ജിതേന്ദ്രിയനായി അന്തർമുഖനായി, വയലാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാ സാരം തേടി ആ മഹാദേവൻ തപം ചെയ്ത കാലം. ആ സമയത്താണ് കാമദേവൻ വന്ന് ശിവന്റെ ഉള്ളിൽ കാമം ജനിപ്പിക്കാൻ പരിശ്രമിക്കുകയാണ്. ആ തൃക്കണ്ണ് തുറന്ന് ആ ശിവൻ, പരമേശ്വരൻ, കാമേശ്വരൻ, ആ കാമേശ്വരൻ തൃക്കണ്ണ് തുറന്നു നോക്കിയപ്പോൾ മന്മഥൻ, കാമദേവൻ ചാമ്പലായിപ്പോയി. അപ്പോൾ രാമനോട് പറയാ, രാമ, ഈ സ്ഥലം കാമന്റെ അംഗങ്ങളൊക്കെ നശിച്ചുപോയ അനങ്കനായി തീർന്ന കാമൻ, ഇപ്പോൾ ആ രാജ്യത്തിന്റെ പേര് അംഗരാജ്യം എന്നാണ്. അപ്പൊ രാജ്യത്തിന്റെ ചരിതമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, രാമ, ഈ കാമന് ശരീരം നഷ്ടപ്പെട്ടതോടുകൂടി എവിടെയെങ്കിലുമൊക്കെ ഇരിക്കണ്ടേ? അപ്പോൾ അദ്ദേഹം മറ്റുള്ളവരുടെ ശരീരത്തിൽ കയറിയിരിക്കും. അപ്പോൾ കാമൻ നമ്മുടെ ഉള്ളിലാണ് രാമ, എല്ലാവരുടെ ഉള്ളിലാണ് കാമം. കാമം മനോഗതമാണ്, മനസ്സിൽ മാത്രമേ കാമമുള്ളൂ, മറ്റൊന്നിലും കാമമില്ല എന്ന് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ശ്രീരാമചന്ദ്രനുള്ള കൗമാര വിദ്യാഭ്യാസവും കൊടുത്തു. അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഓരോ ചരിതവും, കഥകൾ എത്രയാ. പാലാഴി മഥനം വിശദമായി വാൽമീകി വിവരിക്കുന്നുണ്ട്, പാലാഴി മഥനത്തെ കുറിച്ച്. അത് കഴിഞ്ഞ് നദികൾ, പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, ഓരോന്നും രാമനോട് പറഞ്ഞ് രാമന്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ള വാല്യൂസ് ആയി. ഇനി ഇവന്റെ ക്ഷാത്രവീര്യം വർദ്ധിപ്പിക്കണം, ക്ഷത്രിയന്മാർക്കിടയിൽ വന്നു ചേർന്ന ദൗർബല്യങ്ങൾ ഇല്ലാതാക്കണം, അവനെ കരുത്തുള്ളവനാക്കണം, എന്തും നേരിടാനുള്ള ചങ്കുറപ്പുണ്ടാക്കണം. അതിന് രാമനെ പ്രാപ്തനാക്കാൻ രാമന്റെ മുന്നിലുള്ള വെല്ലുവിളിയായിരുന്നു താടകാവധം.
തടകാവധത്തിൽ പൂർണ്ണമായും രാമൻ വിജയിച്ചത് കണ്ടപ്പോഴാണ് തൻ്റെ കയ്യിലുള്ള ദദാതി സർവശ ഒന്നുപോലും ഒഴിയാതെ കയ്യിലുള്ള 55 അസ്ത്രങ്ങൾ രാമന് കൊടുത്ത് അനുഗ്രഹിച്ചത്. ഇത്രയുമാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. ഇവിടെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ നിരവധിയാണ്. അത്രയങ്ങോട്ട് ആഴത്തിൽ ചിന്തിച്ചു പോയാൽ മുന്നോട്ട് പോയില്ല. എന്നാലും എന്തുകൊണ്ടായിരിക്കാം 3 ദിവസം ഈ 55 അസ്ത്രങ്ങളും രാമന് കൊടുക്കാൻ വിശ്വാമിത്രൻ സമയമെടുത്തത്? കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ കൊടുത്താൽ പോരായിരുന്നോ? അതിനുള്ള യോഗ്യതയുണ്ടോ എന്നറിയാനുള്ള പരിശ്രമം തന്നെയാണിത്. കാരണം അബദ്ധം പറ്റരുത്. ധാരാളം അബദ്ധം പറ്റിയ ഒരാളാണ് വിശ്വാമിത്രൻ. അപ്പൊ ഇനി എനിക്കൊരു അബദ്ധം പറ്റരുത്. ഇന്നലകളിലെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകാത്ത സർവരും ഈ ലോകത്ത് ജീവിക്കാൻ യോഗ്യരല്ല. അവരെന്നും മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ കഥാപാത്രമായിരിക്കും. ഇന്നലകളിലെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം. അപ്പോൾ എല്ലാ അനുഭവങ്ങളും പാഠമായിരിക്കണം, ഭാരമായിരിക്കരുത്. ഇന്നലകളിലെ വിപരീത അനുഭവങ്ങൾ പാഠമായിരിക്കണം, ഒരിക്കലും ഭാരം. ഈ ഭാരത്തിന്റെ ചുമടും ചുവന്ന് നമ്മൾ നടന്നാൽ എപ്പോഴും ദീർഘനിശ്വാസം, അങ്ങനെ പോന്നു, ഇത് പറഞ്ഞ് മടുക്കും. നമ്മൾ കേൾക്കുന്നവന് എന്നെ വിഷമം വരും. അവൻ തന്നെ 2 ദിവസം വിഷമിച്ചിരിക്കും. ഒരു 2 മിനിറ്റ് നമ്മളോടൊന്ന് സംസാരിച്ചു പോയതാ പാവം. അതുകൊണ്ട് പൂർവാനുഭവങ്ങൾ നിരവധിയുള്ള വിശ്വാമിത്രൻ രാമന് 3 ദിവസം രാമനെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് യോഗ്യതയുള്ളവനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കൊടുത്തു. അതിനുവേണ്ടി 3 ദിവസം ഈ കുമാരന്മാരുടെ പെരുമാറ്റം ശ്രദ്ധിച്ചു. ഒരു പ്രാവശ്യമൊക്കെ വിളിച്ചാൽ തന്നെ ചാടി എഴുന്നേൽക്കുന്നു. വാക്കുകളിലെ വിനയം, ഈ മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ എത്രത്തോളം കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ഈ വീടൊക്കെ വിട്ട് ഒരു 7, 8, 10 വയസ്സുള്ള മക്കളെ ഒരു പൊതുസഭയിൽ കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളോട് ചിലതൊക്കെ പറയണം. ചെയ്തോ ചെയ്തില്ലേ എന്നൊന്നും നോക്കണ്ട. അത് നിങ്ങളവിടെ ചെല്ലുമ്പോൾ വളരെ പ്രായമുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും. അവിടെ വയോവൃദ്ധന്മാരുണ്ടായിരിക്കും, ശീലവൃദ്ധന്മാരുണ്ടായിരിക്കും, ധർമ്മവൃദ്ധന്മാരുണ്ടായിരിക്കും, അങ്ങനെ ജ്ഞാനവൃദ്ധന്മാരുണ്ടായിരിക്കും. അവരെയൊക്കെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവരെ തൊഴണം, സാധിക്കുന്നവരുടെ അടുത്തെങ്കിലും ഒരു പാദവന്ദനം ചെയ്യണം. ഇങ്ങനെ കുഞ്ഞുങ്ങളിൽ ഒരു സാമൂഹ്യ വ്യക്തിത്വം ഉണ്ടാക്കുവാനാണ് നമ്മൾ സമാജത്തിലേക്ക് മക്കളെയും കൊണ്ടിറങ്ങുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരം ചില മൂല്യങ്ങൾ ഒന്ന് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാം. നമുക്കിപ്പോ നട്ടല് വളയില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അത് വളയിപ്പിക്കാനെങ്കിലും ഒന്ന് പഠിപ്പിച്ച് ഈ ആചരണങ്ങളിൽ കുട്ടികളെ സ്ഥാപിപ്പിക്കണം. അല്ലാതെ ഇത് വന്നു ചേരില്ല. കാണണം, അതിനുവേണ്ടി പ്രേരിപ്പിക്കണം. അതിന് കിട്ടിയ ഏത് അവസരവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ, വീണ്ടും പറയട്ടെ, ഇന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ എക്സ്ട്രാ ഓർഡിനറി കുഞ്ഞുങ്ങളാണ്. അവരെ നമ്മൾ ഒരിക്കലും മോശം പറയരുത്. അവർ മോശക്കാരല്ല, അവർക്ക് എന്തും സാധിക്കും. ഇന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പോലെ ഈ കുഞ്ഞുങ്ങളൊന്നും ഭൗതിക ലോകത്തിൽ സുഖിക്കാൻ വേണ്ടി വന്നവരല്ല. അവർക്ക് ഇതൊന്നും 2 തരത്തിൽ വേണ്ട കേട്ടോ. ഈ പഴയ കാലത്തുള്ള നമുക്ക്, പണ്ടൊക്കെ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്, ഇപ്പോൾ ഇവിടെ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞവരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ജീവൻ പോയാലും തൊടില്ല അടുത്ത ആളെ. തൊടുക എന്ന് പറഞ്ഞാണ്ടല്ലോ എന്തോ വലിയ തെറ്റായിരുന്നു. ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരാൺകുട്ടിയുടെ കയ്യിലെങ്ങും തൊട്ടാൽ ഈ പള്ളിപ്പറമ്പിലെ മറ്റേ ട്യൂബ് ലൈറ്റ് പോലെ അവന്റെ ശരീരത്തിൽ മുഴുവൻ ഒരു വൈബ്രേഷൻ വരും. 2 ദിവസത്തേക്ക് അവന് ബോധം തന്നെ ഉണ്ടാവില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഒന്ന് തൊട്ടതാ. ഒന്നും കൂടി പറഞ്ഞാൽ നമ്മളൊക്കെ വെള്ളം കൂട്ടി അടിച്ചവരായിരുന്നു. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങള് ഈ ഡ്രൈ അടിച്ചടിച്ച് ശീലായി. ഒരു വികാരവും ഇല്ല, ഒരു വിചാരവും ഇല്ല. അവർക്കിതൊന്നും പ്രശ്നമല്ല. അത് ആൺകുട്ടി തൊട്ടാലും പ്രശ്നമില്ല, പെൺകുട്ടി ഒരു ഫീലില്ല കുഞ്ഞുങ്ങൾക്ക് ഇല്ല.
അതുകൊണ്ട് തന്നെ അവർക്ക് ശരീരത്തെ സംബന്ധിച്ചോ ജീവിതത്തെ സംബന്ധിച്ചോ ഒരു കാഴ്ചപ്പാടില്ല. നമുക്കോ ഈ 35-40-45 വയസ്സുള്ള ഒരു അധ്യാപിക ക്ലാസ് എടുക്കുന്ന, അവർ സ്കൂളിൽ ജോലി ചെയ്യുന്നുവെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇന്നൊരു 8ാം ക്ലാസ് 10ാം ക്ലാസ് +1 +2 ഒക്കെ എത്തുമ്പോഴേക്ക് എക്സ്ട്രീമായി. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ വരാന്തയിൽ കൂടെ കയ്യുമ്മ പിടിച്ച് തോളില് കൈയിട്ടൊക്കെ നടക്കണ കാണും. ഈ ടീച്ചർ, ഏത് ടീച്ചർ? 80കളിലെ 75കളിൽ ജനിച്ച് 85കളിൽ ജനിച്ച ടീച്ചറുടെ ഉള്ളിൽ ടെൻഷനായി. അയ്യോ, സ്റ്റാഫ് റൂമിൽ ചെന്ന് തുടങ്ങുകയായി. കണ്ടോ നിങ്ങള് എന്ത് തോളില് കൈയിട്ടു? ആര്? ആണോ? പിന്നെ ഭാരം ചുവന്ന് കിടക്കുക. ഈ കുഞ്ഞുങ്ങളോ അവരെ പിടിച്ചു, ആ വളമങ്ങ് തിരിഞ്ഞപ്പോ കൈവിട്ട് അവരവരെ വഴിക്ക് പോയി. അവരെ ഇത് ബാധിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇത് ബാധിച്ചതാരെയാ? നമ്മളെയാണ്. നമ്മൾ ഓരോന്നും കണ്ട് നമ്മൾ വിഷമിക്കുക. എന്തിന്? അവര് ഡ്രൈ അടിച്ച് ശീലിച്ചു. ഞാൻ ഈ ഡ്രൈ അടിച്ചു എന്ന് പറഞ്ഞാൽ പലതും മനസ്സിൽ വരണം. അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഇന്ന് പ്രശ്നമല്ല. അവര് പലതും പരീക്ഷിച്ചും നിരീക്ഷിച്ചും ജീവിച്ച് അവർക്ക് ഇന്ന് ഒരു ഫീലും ഇല്ല. ഈ ഡിവോഴ്സ് റേറ്റ് വർദ്ധിക്കുന്നു, കൂടുന്നു, പല പല ബന്ധങ്ങളിൽ പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരുടെയും ജീവിതത്തിൽ വല്ലാണ്ട് കടന്നു കയറണ്ട, വല്ലാത്ത വിഷമം വരും. നമ്മൾ പ്രതീക്ഷിച്ച പഴയ കാലത്തെ ഈ അമ്മായിയമ്മ പോര്, മരുമകൾ പോരൊക്കെ ഇന്നില്ല. ഇന്ന് വേറെ പോരുകളാണ്. ആ കാലമൊക്കെ പോയി. പഴയ സീരിയലൊക്കെ പോയി. പുതിയ കാലത്ത് പുതിയ രീതികൾ ഉണ്ടാകുന്നു. ഈ ലോകത്ത് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തണമെങ്കിൽ നോക്കൂ, ഒരു വിശ്വാമിത്രൻ നമുക്ക് പുനർജനിക്കണം. എല്ലാവരുടെ ജീവിതത്തിലും ആ ഒരു പ്രത്യേക സമയത്ത് ഒരു ആചാര്യ സവിധത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദൈവബലം വർദ്ധിപ്പിക്കാനുള്ള ക്രിയകൾ കൊടുക്കണം. ഒന്നും പറ്റിയില്ലേ? കുഞ്ഞായിരിക്കുമ്പോ ഒരു രുദ്രാക്ഷവും ഭസ്മധാരണവും പഠിപ്പിക്കൂ. പ്രായമായ പിന്നെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒരു ആചാര്യന്റെ കയ്യിൽ നിന്നൊരു മന്ത്രം കൊടുപ്പിക്കൂ, അത് ചൊല്ലാൻ പ്രേരിപ്പിക്കൂ. കാരണം പരിശീലനം കൊണ്ട് മാത്രമേ ലോകത്തിൽ എന്തും സിദ്ധമാകൂ. നമുക്കായാലും ഇനിയിപ്പോ ഇത്ര പ്രായമായിട്ട് മാറാൻ പറ്റുമോ? വലിയ കഷ്ടമാണ്. മഹാത്മാഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തില്ലെങ്കിൽ പ്രായമായാലും പറ്റൊന്നുമില്ല. വേഷം കെട്ടി നടക്കാം. വേഷം കെട്ട് മാത്രമേ പറ്റുള്ളൂ. കാരണം ഈ കുട്ടിക്കാലത്ത് കിട്ടാത്ത സംസ്കാരം നമ്മൾ വളരെ പ്രായമാകുമ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ സംഘർഷമായിരിക്കും നമുക്ക്. ഒരാളുടെ പരിഹാസം പോലും നമുക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാക്കും. അപ്പൊ പിന്നെ ഭർത്താവ് കാണാതെയായിരിക്കും മുറിയൊക്കെ അടച്ചിട്ട് നാരായണീയം വായിക്കുക. കാരണം നമ്മളെ മറ്റുള്ളവർ കളിയാക്കുന്നു. കാരണം നമുക്ക് ഈ ശരീര ചിന്തയോട് ചേർന്ന് ജീവിച്ച നമുക്ക് ബാല്യത്തിൽ വിദ്യകൾ അഭ്യസിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. മന്ത്രദീക്ഷയും രുദ്രാക്ഷവും, എന്നെ ശ്രദ്ധിക്കാൻ രുദ്രന്റെ അക്ഷം, അത് രുദ്രാക്ഷമല്ലേ? സാക്ഷാൽ പരമശിവൻ എന്നെ കാണാനുണ്ട്, എന്നെ കാണുന്നു. എന്റെ ജീവിത പ്രശ്നങ്ങളിൽ എന്റെ സർവേശ്വരൻ എന്നെ സംരക്ഷിക്കും. ആ സർവേശ്വരന്റെ കണ്ണോട്ടമേറ്റ കുഞ്ഞാണ് ഞാൻ എന്ന് എന്തുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളിൽ പറഞ്ഞുറപ്പിച്ചുകൂടാ? അതിലൊരു രുദ്രാക്ഷം കുഞ്ഞുങ്ങൾ ധരിച്ചാൽ എന്താ പ്രശ്നം? സന്യസിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കൂ. നമുക്കിപ്പോഴേ ഭയമാണ്. സന്യസിച്ചാലോ? ആരാ സന്യസിച്ചേ? നിങ്ങൾ ഒരാളെടുത്ത് കാണിച്ചു തരും. ഇനി ഈ പോക്ക് പോണേക്കാളും ഭേദം സന്യാസമല്ലേ? സന്യാസമാണ്. പക്ഷെ നമ്മൾ കുഞ്ഞ് സന്യസിച്ചാലും കുഴപ്പമില്ല എന്ന് മനസ്സിലാവണത് ഓടയിൽ കിടക്കുമ്പോഴാണ്. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കുഞ്ഞിക്കാലം തൊട്ട് നമ്മുടെ ഈ ആചരണങ്ങളിൽ കുഞ്ഞുങ്ങളെ സ്ഥാപിപ്പിക്കണം. നമ്മളും ബോധപൂർവം ചില പരിശ്രമം ചെയ്യണം. അതുകൊണ്ട് ഈ രാജകുമാരന്മാരുടെ വിനയം, ഓരോന്ന് പറയുമ്പോഴും ചെയ്യാനുള്ള അവരുടെ ഉത്സാഹം, അവരുടെ ആർജവം, ആർജിക്കാനുള്ള കഴിവുണ്ട് അവർക്ക്. ഭഗവത്ഗീതയിൽ അർജുനന്റെ പ്രത്യേകത എന്താ? പേര് തന്നെ ആർജയതി ആണ് അർജുനൻ. ശുക്ലാന്തരാത്മ വിശുദ്ധാന്തകരണനാണ് അർജുനൻ. അർജുനന് ആർജിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത് കൊണ്ടല്ലേ
അർജുനന്റെ മനോവേദനയും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ആ യുദ്ധക്കളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളിൽ സർവർക്കും ഉണ്ടായിരിക്കണം. എന്നിട്ട് എന്തുകൊണ്ട് ഒരാളുടെ അടുത്തത് പറഞ്ഞു? അവൻ ആർജിക്കാനുള്ള കഴിവുണ്ട്. രാമന് എന്തും ആർജിക്കാനുള്ള കഴിവുണ്ട്, അത് വർദ്ധിപ്പിക്കണം. ആർജിക്കാൻ കഴിവുള്ള രാമന്റെ ഈ എന്തും ആർജിക്കാനുള്ള ത്വര കണ്ടപ്പോഴാണ് വിശ്വാമിത്രൻ കഥകളുടെ ഒരു വസന്തലോകം സൃഷ്ടിക്കുകയാണ്. കഥകളുടെ വസന്തലോകം കൊണ്ട് ഏത് വ്യക്തിയെയും മാറ്റാം. ഭാഗവതത്തിൽ പരീക്ഷത്തിന്റെ മുന്നിൽ ശ്രീശുകൻ കാണിച്ചു കൊടുത്തത് കഥകളുടെ മായാലോകമാണ്. കഥ പറയും. കഥ പോലെ ഇത്രയും സുന്ദരമായ സംസ്കാരം കൈമാറാൻ പറ്റുന്ന, എന്തു പരിവർത്തനവും നടത്താൻ പറ്റുന്ന മറ്റൊന്നില്ല. ഏത് പ്രായക്കാർക്കാ കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത? ഏത് ജാതി മത സമ്പ്രദായങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഏത് ലോകത്തിലുള്ളവർക്കും കഥ ഇഷ്ടമല്ലേ? കഥയാണ് ഏറ്റവും നല്ല സംസ്കാര സംക്രമണത്തിനുള്ള വിദ്യ. അതുകൊണ്ടാണ് രാമനോട് കഥകൾ, വാൽമീകി രാമായണത്തിൽ നമ്മൾ എണ്ണിയാൽ ഒരു 38-39 കഥ പറയുന്നുണ്ട്. രാമനെ കഥകളിലൂടെ സംസ്കാരം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് രാമന്റെ ആ ആർജവം, രാമന്റെ ജിജ്ഞാസ, ഏകാഗ്രത, സ്ഥിരമതിത്വം, അനികേതത്വം. അനികേതൻ, നികേതനമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ എവിടെ കിടന്നോ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും, അതിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്ന് നമ്മുടെ മക്കൾക്ക് മറ്റൊരിടത്തും മാറിക്കിടക്കാൻ പറ്റില്ല. സ്വന്തം ആ മുറി, സ്വന്തം കിടക്ക, സ്വന്തം വിരി, സ്വന്തം പ്ലേറ്റ് ഒക്കെ സ്വന്തമാണ്. അനികേതൻ, അനികേത സ്ഥിരമതി ഭക്തിമാൻമേ പ്രിയോ നരഹ എന്ന് ഭക്തിയോഗത്തിൽ പറഞ്ഞില്ലേ? അനികേതൻ ഭക്തന്റെ ലക്ഷണമാണ്. ഏത് സാഹചര്യത്തിലും ജീവിക്കാനുള്ള മാനസികാവസ്ഥ രാമൻ ഉണ്ടാക്കി കൊടുത്ത്, ഇതൊക്കെ ചെയ്യുമ്പോഴും, കൂടെ നടക്കുമ്പോഴും, കഥകൾ പറയുമ്പോഴും, ദിനാന്ത്യത്തിൽ വിശ്രമിക്കുമ്പോഴും സൂക്ഷ്മമായി വിശ്വാമിത്രൻ രാമനെ നിരീക്ഷിക്കുകയാണ്. ഇതുപോലെ ഒരാൾ നമുക്കും കിട്ടിയിരുന്നുവെങ്കിൽ നമ്മളും കുറച്ചുകൂടിയൊക്കെ നന്നായെന്ന്. പക്ഷെ അങ്ങനെ ഒരാൾ വന്നു ചേരണമെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡൊക്കെ വേണ്ടേ? വേണം. അല്ലാതെ എങ്ങനെയാ വന്നു ചേരുക? യോഗ്യമായ സമയത്ത് യോഗ്യമായത് നമുക്ക് വന്നു ചേരും. വന്നു ചേരുന്നതൊക്കെ അപ്പോൾ എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്താനാണെന്ന് മനസ്സിലാക്കണം. കാരണം എൻ്റെ മനസ്സ് ഞാൻ കുറച്ചുകൂടി ബലപ്പെടുത്തണം. ഇനി അതിനു വേണ്ടി ജീവിതാനുഭവങ്ങൾ പലതും വന്നു ചേരും. വന്നു ചേരട്ടെ, അതൊക്കെ എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്താനാണ്. അങ്ങനെ രാമനെ രാമനാക്കുകയാണ്. അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട രാമനും ഇതാ 4 ദിവസം കഴിഞ്ഞപ്പോഴത്തെ രാമനും തമ്മിൽ വലിയ വ്യത്യാസം. അത്തരത്തിൽ ഒന്നായിരുന്നു താടകാവധം. രാമനെതിരെയുള്ള വലിയ പരീക്ഷയായിരുന്നു ശരിക്കും അത്. അതുകൂടി വിജയിച്ചാൽ ഇവൻ യോഗ്യനായി.